മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ ഇന്ന് 5ാമത്തെ ദിവസം വർക്കിൻ്റെ ചൊവ്വാഴ്ചയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു അത്ഭുതമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. വിടാമുയർച്ചി എന്ന് പറയുന്ന അജിത്ത് മൂവി 6-ാം തീയതി വ്യാഴാഴ്ചയായിരുന്നു തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അവിടെ വിടാമുയർച്ചി മാറ്റിയിട്ട് 6:15 വൈകിട്ട് മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ ആഡ് ചെയ്തിരിക്കുന്നു. വിടാമുയർച്ചി ഷോ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ തൃശ്ശൂർ രാഗം തിയേറ്ററിലും ഇപ്പോൾ ഷോ ആഡ് ചെയ്തിരിക്കുന്നത്. ഓർക്കുക, തൃശ്ശൂർ രാഗം തിയേറ്റർ 100, 80, 50 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള മൾട്ടിപ്ലക്സ് അല്ല, 800-850 സീറ്റോളം കപ്പാസിറ്റിയുള്ള വൺ തിയേറ്ററിലാണ് ഇന്ന് 6:15 നമ്മുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം കളിക്കുന്നത്. ഈ ഒരു സംഭവം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം 36 വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിലെത്തിയ മമ്മൂക്കയുടെ ഒരു ക്ലാസ് മൂവി ഇപ്പോൾ ഇത് അജിത്തിൻ്റെ വലിയ സിനിമയായ, അതും 2 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന ഒരു അജിത്ത് മൂവി, 2 അഭിപ്രായമുള്ള സിനിമ. ചിലർ കാണാൻ പറ്റും, കണ്ടിരിക്കാം, തരക്കേടില്ല, സൂപ്പർ സിനിമ, ഒരു വട്ടം കാണാം എന്നിങ്ങനെ അഭിപ്രായം നേടിയ സിനിമയുടെ ഷോ ആണ് മാറ്റിയിട്ട് അവിടെ മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ കയറി കൂടിയിരിക്കുന്നത്. ഞാൻ അവിടുത്തെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു 30 സീറ്റോളം ബുക്കിങ്ങിലൂടെ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഏകദേശം ഒരു 5 മണിക്കാവുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് വന്നത്. വിടാമുയർച്ചി മാറ്റി രാഗം തിയേറ്ററിൽ മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ കളിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു ഇത്. അതുകൊണ്ട് തന്നെ പല ആളുകളും അവിടെ വടക്കൻ വീരഗാഥ ഉള്ള വിവരം അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏകദേശം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ കുറച്ചും കൂടെ നല്ല ബുക്കിംഗ് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 5ാം ദിവസം വർക്കിംഗ് ഡേയിലൂടെ സിനിമ ചൊവ്വാഴ്ച കടന്നു പോകുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ബുക്കിങ്ങും നല്ല രീതിയിലുള്ള സ്ക്രീൻ കൗണ്ടും ഇന്നും 5ാമത്തെ ദിവസവും നിലനിർത്തിയിട്ടുണ്ട് തിയേറ്റർക്കാർ. ഇപ്പോൾ ഇതാ സിനിമയുടെ 4 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 1 കോടിയുടെ അടുത്തേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. UAE നിന്ന് മാത്രമായിട്ട് ഈ ഒരു സിനിമയുടെ ഗ്രോസ് എന്ന് പറയുന്നത് 16 ലക്ഷത്തോളം രൂപയാണ്. 1800ഓളം പേര് UAE നിന്നും ഈ ഒരു സിനിമ വാച്ച് ചെയ്ത് കഴിഞ്ഞു. മമ്മൂക്കയുടെ റിലീസ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ UAE കളക്ഷൻ കിട്ടുന്ന സിനിമയായി തീരാൻ ഈ ഒരു ചിത്രത്തിന് സാധിച്ചു. ഇതിന് മുന്നേ മമ്മൂക്കയുടെ വല്യേട്ടൻ എന്ന് പറയുന്ന റിലീസ് ചിത്രത്തിനായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടാൻ സാധിച്ചത്. അതിൻ്റെ വല്യേട്ടൻ എന്ന ചിത്രത്തിൻ്റെ ലൈഫ് ടൈം കളക്ഷനെയാണ് മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ 3 ദിവസങ്ങൾ കൊണ്ട് മറികടന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നും 3 ദിവസങ്ങൾ കൊണ്ട് എത്ര ലക്ഷം രൂപ നേടി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. 41 ലക്ഷത്തോളം രൂപയായിരുന്നു 3 ദിവസങ്ങൾ കൊണ്ട് സിനിമയുടെ ആകെ ടോട്ടൽ കേരള കളക്ഷൻ. ഇന്നലത്തെയും അതുപോലെ ഇന്നത്തെയും സിനിമയുടെ കേരള കളക്ഷൻ ചേരുന്ന സമയത്ത് സിനിമ ഇന്ന് കേരളത്തിൽ 50 ലക്ഷത്തിൽ ഇടം പിടിക്കും. മികച്ച ഒരു ഒക്യുപ്പൻസിയിലും അതോടൊപ്പം തന്നെ സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് 5ാമത്തെ ദിവസം കേരളത്തിൽ മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം മുന്നോട്ട് പോകുന്നത്. ഒരു പ്രത്യേക തരം ഓഡിയൻസ് തന്നെ ഈ ഒരു സിനിമ വാച്ച് ചെയ്യാൻ തിയേറ്ററിൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് വീണ്ടും റിലീസ് ചെയ്ത ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ പ്രത്യേകത. മമ്മൂക്കയുടെ മുന്നേ റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ വല്യേട്ടൻ എന്ന ചിത്രത്തിന് കൊടുത്ത രീതിയിലുള്ള പ്രമോഷനും സ്ക്രീൻ കൗണ്ടും എല്ലാം നമ്മുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് കിട്ടിയിരുന്നെങ്കിൽ വേറെ ലെവൽ കളക്ഷനിലേക്ക് എത്തിപ്പിടിക്കാൻ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് സാധിക്കുമായിരുന്നു. എന്നാലും ഉള്ള സ്ക്രീൻ കൗണ്ടും അതോടൊപ്പം തന്നെ ഉള്ള തിയേറ്ററൊക്കെ വെച്ചിട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത സിനിമ മുന്നോട്ട് പോകുന്നു. ഈ ആഴ്ച വാലന്റൈൻ സ്പെഷ്യലായിട്ട് ഒട്ടനവധി സിനിമകൾ തിയേറ്ററിൽ എത്തുന്നുണ്ട്. ആ ഒരു സിനിമകളൊക്കെ എത്തിയാലും ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം കേരളത്തിൽ സെക്കൻഡ് വീക്കിൽ അത്യാവശ്യം തിയേറ്ററിൽ ഉണ്ടാവും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമ പതിയെ സാധാരണ ജനങ്ങളിലേക്ക് എത്തുകയും അതുവഴി സിനിമയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റഡി കളക്ഷൻ 5ാമത്തെ ദിവസവും വരുന്നുണ്ട്. ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ ഒരു സിനിമ ഇനി വരാനിരിക്കുന്ന വീക്കെൻഡിൽ കത്തിപ്പടരാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത മനസ്സിൽ കണ്ടുകൊണ്ട് തിയേറ്റർ ഉടമകൾ കുറച്ച് ഷോയും കാര്യങ്ങളെല്ലാം
ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് മാറ്റിവെക്കും. ഇപ്പോൾ ഇതാ ഒരു യുവാവ് ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് FBയിൽ ഇട്ട ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. 36 വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിലെത്തിയ ഈ ഒരു സിനിമയിലെ ചില വാക്കുകൾ പുതിയ വാക്കുകളായി തോന്നി. അത്തരത്തിൽ അദ്ദേഹം കുറിച്ച ചില കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അങ്ങനെ ആദ്യമായി ഒരു വടക്കൻ വീരഗാഥ തിയേറ്ററിൽ കണ്ടു. റീമാസ്റ്റേർഡ് വേർഷൻ 7-ാം തീയതി തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ക്ലാസിക് സിനിമയാണ്, ഗംഭീരമാണ് എന്നൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. തിയേറ്ററിൽ കാണാൻ പോകുന്നതിന് മുമ്പ് തിരക്കഥ തപ്പിയെടുത്ത് വായിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ഗുണമുണ്ടായി. സിനിമയിൽ മുമ്പ് കേട്ടിട്ടുള്ളതും എന്നാൽ പരിചിതമല്ലാത്ത പല വാക്കുകളും തിരിച്ചറിയാൻ സാധിച്ചു. കുറെ വാക്കുകളുടെ അർത്ഥം അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ സാവകാശം കിട്ടി. അവയിൽ കുറച്ചെണ്ണം താഴെ കൊടുക്കുന്നു. തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുമല്ലോ. സൗഭദ്രം, പുരജ്ഞയം, കളരിപ്പയറ്റിലെ 18 അടവുകളിൽ 2 പൊൻകാരം, ബോറക്സ്, ലോഹപ്പണിയിൽ ഉപയോഗിക്കുന്ന ഒരു രാസപദാർത്ഥം, പൂത്തറ, കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന കളരിയുടെ തെക്കു പടിഞ്ഞാറൻ മൂലയിൽ സ്ഥാപിക്കുന്നതും 7 പടികളുള്ളതുമായ ഒരു പീഠം. ചില കളരികളിൽ 5-ഉം മറ്റു ചില കളരികളിൽ 9-ഉം പടികളുണ്ട്. ഗുരുത്തറ, കളരികളിൽ ഗുരുക്കന്മാരെ സങ്കല്പിക്കാനുള്ള പീഠം. കാറപ്പറമ്പ്, കാറ കളിക്കുന്ന സ്ഥലം. ഹോക്കി കളി പോലെ വടികൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പന്തടിച്ച് നീക്കുന്ന ഒരു തരം കളിയാണ് കാറക്കൊട്ട്. ആ കളി കളിക്കുന്ന സ്ഥലമാണ് കാറപ്പറമ്പ്. പിണാത്തി, അടിമപ്പെണ്ണ്, തേവാരം, ദേവപൂജ, പടിഞ്ഞാറ്റ. 4 കെട്ടു ഭവനത്തിന്റെ പടിഞ്ഞാറെ ഭാഗം വടക്കൻ പാട്ടുകഥകളിൽ കിടപ്പുമുറിയായിട്ടാണ് പടിഞ്ഞാറ്റ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് ഒരിടത്ത് വായിച്ചു. കെടാകെട, ഒരുപോലെ ഒപ്പത്തിനൊപ്പം. പന്തിപ്പഴുത്, കളരിപ്പയറ്റിനിടെ ഒരാൾക്ക് മറ്റേയാളെ മാരകമായി നെഞ്ചത്ത് വെട്ടാൻ പാകത്തിലുള്ള പഴുത്. വടക്കൻ കളരിയിൽ വാളിനും പരിചയ്ക്കും ഇടയ്ക്ക് കഴുത്തു മുതൽ നെഞ്ചിന്റെ ഭാഗം കാണാൻ പാടില്ല എന്നാണ് തത്വം. പരിച കൊണ്ട് നെഞ്ചു മറച്ചു നിൽക്കുന്നതാണ് ഡിഫൻസീവ് സ്റ്റാൻഡ്. പരിചയുടെ പൊസിഷൻ മാറിയാൽ എതിരാളി നെഞ്ചിൻ കൂട് വെട്ടിപ്പൊളിക്കും. അതിന് വാള് കയറാനുള്ള പഴുതാണ് പന്തിപ്പഴുത്. മാറ്റാൻ ശത്രു എന്ന് ശബ്ദ താരാവലി പറയുന്നു. മടിയിൽ അംഗത്തളർച്ചയോടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ടു താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. നിങ്ങൾ ഒരാൾക്ക് മാറ്റാൻ ആരാണ്? മാറ്റാനോ മച്ചുനനോ? വയസ്സുകാലത്ത് എന്നെ പരീക്ഷിക്കാനും മാറ്റാനോ മറ്റോ വന്നോ? ഇങ്ങനെ പലവട്ടം സിനിമയിൽ പരാമർശിക്കുന്നുണ്ട്. കുമ്പും കുലയും നുള്ളി മുഴുവനായി നശിപ്പിച്ചു എന്നൊരു അർത്ഥം. ഇത്തരത്തിലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കൂടുതൽ പുതിയ വാക്കുകൾ ഈ ഒരു സിനിമയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്നാണ് ഈ ഒരു പോസ്റ്റ് കുറിച്ച് ആൾ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ആയത്തിൽ ഈ ഒരു സിനിമയെ കുറിച്ച് പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഈ ഒരു പോസ്റ്റ് തയ്യാറാക്കാൻ സാധിച്ചത്. അദ്ദേഹം കണ്ടെത്തിയ പുതിയ വാക്കുകൾ കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ സിനിമയിൽ ഉണ്ടായിരുന്നല്ലേ എന്ന് നമുക്കും ചിന്തിക്കാൻ വേണ്ടി പറ്റി. മുമ്പത്തെ സിനിമകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കട്ടിയുള്ള മലയാള ഭാഷകൾ കണ്ടിട്ടുണ്ട്. പിന്നെ 36 വർഷങ്ങൾക്ക് മുന്നേ റിലീസായ ഒരു ചരിത്ര സിനിമയിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നതിൽ അത്ഭുതപ്പെടാനില്ല. കൂടെ കൂടെ കാലം സഞ്ചരിച്ച് മുന്നോട്ട് പോയി ഈ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സിനിമയിലെ ഭാഷകൾ കുറച്ചും കൂടെ ലൈവായി. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലെ സിനിമയും ആ സിനിമയിലെ സംഭാഷണങ്ങളെല്ലാം നമുക്ക് കൂടുതൽ നാടകീയത അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നാം അത്തരം സിനിമകൾ കാണുന്ന സമയത്ത് 4K വേർഷൻ തിയേറ്ററിൽ വീണ്ടും അടിപൊളിയായി മുന്നോട്ട് പോകുന്ന ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം ശരിക്കും മലയാളികൾക്ക് ഒരു പാഠപുസ്തകമാണ്. സിനിമയെക്കുറിച്ചും മലയാള ഭാഷയെക്കുറിച്ചും പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു സിനിമയുടെ തിരക്കഥ സംഘടിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമ വീണ്ടും കാണുക. അത്തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇനിയും അനേകം ദിവസങ്ങൾ തിയേറ്ററിൽ ഈ ഒരു സിനിമ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു 15 ദിവസത്തോളം വേൾഡ് വൈഡ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു സിനിമ കളം വിടൂ. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്.